സുഭാഷിതങ്ങളുടെ പുസ്തകം 20:27. മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്. അറിയുക മനുജ, നീ ദൈവത്തിൻ്റെ പ്രകാശമാണ്, ദൈവം കൊളുത്തിയ വെളിച്ചമാണ് നീ എന്ന്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇണയും തുണയുമായി, ബലവും സ്നേഹവുമായി കുടുംബത്തിലേക്ക് അവരെ നിയോഗിച്ചു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ തുടക്കം ഇതാ കുടുംബത്തിലാണ്, സ്നേഹത്തിലാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവൻ ഒരുമിച്ചായിരിക്കേണ്ടവനാണ്, സ്നേഹത്തിലായിരിക്കേണ്ടവനാണ്. ദൈവത്തിൻ്റെ ഈ സ്വപ്നമാണ് നിന്റെ കുടുംബത്തിലും, നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും നിറയേണ്ടത്. സ്നേഹമുള്ളവരെ, സുന്ദരമായ ഈ നിമിഷങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അംഗമായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ പൂർണ്ണ സ്നേഹത്തോടെ സമർപ്പിക്കാം. അറിയണം, നിന്റെ കുടുംബം ഒരു ബലിവേദിയാണ്. നിന്റെ വീട് അത് ബലിപീഠമാണ്. കുടുംബം ഒരു ബലിവേദിയും വീടൊരു ബലിപീഠവും ആണ്. നിന്റെ കുടുംബം ദൈവത്തിൻ്റെ ആലയം എന്ന്, ദൈവഭവനമെന്ന് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധ അമ്മയിലൂടെ ഓരോ കുടുംബത്തോടും പറയുന്നു. അവൻ പറയുന്നത് നീ ചെയ്യണം. വചനം നിന്റെ കുടുംബത്തിൽ നിറവേറണം. വചനത്തിൻ്റെ പരിശുദ്ധമായ നിലപാടുകളിലേക്ക് കുടുംബജീവിതത്തിൻ്റെ ധന്യത, കുടുംബജീവിതത്തിൻ്റെ ധന്യതയിൽ നിങ്ങൾ വളരണം. കർത്താവായ യേശുക്രിസ്തുവേ, അവിടുത്തെ സ്നേഹത്തിന് മുമ്പിൽ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബെത്ലഹേമിലെ കുടുംബത്തെ പോലെ, സക്കേവൂസിന്റെ ഭവനം പോലെ, പത്രോസിന്റെ ഭവനം പോലെ നമ്മളെല്ലാവരുടെയും ഭവനങ്ങളിലെ ഈ നിമിഷങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം നിറയട്ടെ, യേശുവിൻ്റെ സ്നേഹം നിറയട്ടെ. യേശുവോട് ചേർന്ന് കുടുംബത്തെ ഒരു ബലിവേദിയും ബലിപീഠവുമാക്കി നമുക്ക് മാറ്റാം. ഈ വലിയ ബലി അനുഭവത്തിലേക്ക്, സ്നേഹ സമർപ്പണ അനുഭവത്തിലേക്ക് എല്ലാ മാതാപിതാക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും വലിയ കാരണവന്മാരെയും എല്ലാം നമുക്ക് സ്നേഹപൂർവം സമർപ്പിക്കാം. ഒരു മനസ്സോടെ നമ്മൾ പാടുകയാണ്, സ്നേഹത്തോടെ സമർപ്പിക്കുകയാണ്. കുടുംബം ഒരു ബലിവേദി, ഈ വീട് നിനക്കായുള്ള എൻ്റെ ബലിപീഠം. ഈ ബലിവേദിയിൽ, ഈ ബലിപീഠത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ച വസ്തുക്കളെ യേശുവേ ദയവോടെ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ബലിവേദിയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് കർത്താവിന് സ്തുതി ഉയരട്ടെ. ഒരു മനസ്സോടെ നമുക്ക് പാടാം ദൈവസ്തുതി. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. തുറന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ പാടാം, പാടാം, പാടാം താതന് സ്തുതിഗീതം. പാടാം, പാടാം, പാടാം താതന് സ്തുതിഗീതം. ഒരുമിച്ച് വിശ്വാസത്തോടെ പാടാം, പാടാം, പാടാം താതന് സ്തുതിഗീതം. പാടാം, പാടാം, പാടാം താതന് സ്തുതിഗീതം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷന് ഇണയായി തുണയായി സ്ത്രീയെയും, സ്ത്രീക്ക് ഇണയായി തുണയായി പുരുഷനെയും നൽകിയ നല്ല ദൈവമേ, എല്ലാ ഭാര്യാഭർത്താക്കന്മാരെയും അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബലിവേദിയുടെ, ബലിപീഠത്തിന്റെ സ്നേഹാനുഭവത്തിൽ
എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെയും നാഥ നീ കാത്തുകൊള്ളുക. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു പാടുന്നു. ഈശോയെ ഈ സ്തുതി സ്വീകരിക്കണമേ. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. പാടാം 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 നാഥന് സ്തുതിഗീതം. 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 പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കി തീർക്കും. മാതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലമുള്ളതാക്കി തീർക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലായിരുന്നു കൊണ്ട് മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ നിറകുടങ്ങളായ മാതാപിതാക്കൾ, ഈ ഭൂമിയിൽ നിനക്ക് കാണപ്പെടുന്ന ദൈവങ്ങളാകേണ്ടവർ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ. അവരുടെ ആയുസ്, അവരുടെ പ്രാർത്ഥന, അവരുടെ അധ്വാനം എല്ലാം നമുക്ക് വേണ്ടിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനെയും അമ്മയെയും സ്നേഹപൂർവ്വം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവരുടെ കുറവുകളോട് ചേർത്ത് അവരിൽ നിന്ന് ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബമാകുന്ന ബലിപീഠത്തിൽ, ബലിവേദിയിൽ എനിക്കായി നല്ലൊരപ്പനെയും അമ്മയെയും നൽകിയ ദൈവത്തിന്റെ കരുതലിന്, വാത്സല്യത്തിന് നമുക്ക് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞ് പാടി സ്തുതിക്കാം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. പാടാം 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 നാഥന് സ്തുതിഗീതം. പാടാം 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 നാഥന് സ്തുതിഗീതം. ദൈവസ്നേഹം നിറയട്ടെ. പാടാം 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 നാഥന് സ്തുതിഗീതം. എല്ലാ പിതാക്കന്മാരിലും എല്ലാ മാതാക്കളിലും ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹം നിറയട്ടെ. സ്നേഹമുള്ളവരെ, നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലെ യുവത്വത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സ്നേഹപൂർവം യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഖനായിലെ കല്യാണ വീട്ടിൽ ഒരു കുടുംബത്തിന്റെ കുറവിലേക്ക് സ്നേഹ സാന്നിധ്യമായി, പരിപാലനയായി, ആശീർവാദമായി, നിറവായി കടന്നു വന്ന എന്റെ യേശു മിശിഹ, ഇതാ പ്രിയപ്പെട്ട യുവാവേ, നിന്റെ ജീവിതത്തിലേക്ക്, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ആവശ്യങ്ങളിലേക്ക്, നിന്റെ ആഗ്രഹങ്ങളിലേക്ക്, നിന്റെ ബലങ്ങളിലേക്ക്, ബലഹീനതകളിലേക്ക് അവിടുത്തെ സാന്നിധ്യം നിറയുകയാണ്. അറിയുക, നിന്റെ വീട് ഒരു ബലിപീഠമാണ്. ഈ ബലിപീഠത്തിൽ നിന്റെ അധ്വാനത്തിന്റെ, നിന്റെ സ്നേഹത്തിന്റെ കാഴ്ചകൾ നീ പൂർണ്ണ സ്നേഹത്തോടെ സമർപ്പിക്കുക. അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അടയാളങ്ങളും നിന്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനസ്സോടെ നമുക്ക് സ്തുതിക്കാം, ഒരേ സ്നേഹത്തോടെ സ്തുതിക്കാം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. ഹൃദയം തുറന്ന് ശക്തിയായ യുവതിയുവാക്കന്മാരിലേക്കും അവരുടെ ജീവിതത്തിന്റെ സകല അനുഭവങ്ങളിലേക്കും സാന്നിധ്യമയക്കണമേ. യേശുവേ നന്ദി, യേശുവേ ഇന്നീ നിമിഷം ഭൂമിയിൽ പിറന്ന കുഞ്ഞു മക്കൾ മുതൽ നമ്മുടെ കുടുംബങ്ങളിലെ എല്ലാ മക്കളെയും യേശുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ വിട്ടുകൊടുക്കാം. കർത്താവേ, നിന്റെ കാരുണ്യം അയക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും
അവരുടെ ആത്മീയ ജീവിതം, ശാരീരിക ജീവിതം, ഭൗതിക ജീവിതം, പഠന ജീവിതം, എല്ലാ മേഖലകളിലേക്കും യേശുവേ നിന്റെ കാരുണ്യം അയക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ വീടാകുന്ന ഈ ബലിവേദിയിൽ, ഈ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയാകുന്ന അധരങ്ങളുടെ സ്തുതിയാകുന്ന കാഴ്ചകളെ സ്വീകരിച്ച് യേശുവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നിന്റെ കരുണ അയക്കണമേ എല്ലാ മക്കളിലേക്കും, എല്ലാ ഹൃദയങ്ങളിലേക്കും. ഒരു മനസ്സോടെ നമുക്ക് പാടി സ്തുതിക്കാം യേശുവേ. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. പാടാം 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 നാഥന് സ്തുതിഗീതം. പാടാം 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 നാഥന് സ്തുതിഗീതം. പാടാം 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 നാഥന് സ്തുതിഗീതം. നമുക്കെല്ലാവർക്കും ദൈവം ഒരു വീട് നൽകിയിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന് സുരക്ഷയേകാൻ, വിശ്രമിക്കാൻ, ജോലി ചെയ്യാൻ, മക്കളെ ജനിപ്പിക്കാൻ, ആഹാരമുണ്ടാക്കാൻ, ഏറെ കാര്യങ്ങൾക്കായി ദൈവം നിനക്ക് ചെറുതോ വലുതോ ആയ ഭവനങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അറിയുന്നു, നമ്മുടെ എല്ലാ ഭവനങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്താൽ വലയം ചെയ്യപ്പെട്ടതാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ ഈ അനുഗ്രഹം സ്വീകരിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹമിതാ വലയം ചെയ്യുന്നു. ദൈവമേ, നിന്റെ സ്നേഹവലയത്താൽ ഞങ്ങളായിരിക്കുന്ന വീടുകളെ അഭിഷേകം ചെയ്യണമേ. തിന്മകളുടെ ശക്തികളിൽ നിന്ന്, ദുഷ്ടന്റെ കൂരമ്പുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. ഹല്ലേലൂയ. വലിയ സ്നേഹത്തോടെ കുടുംബമാകുന്ന ബലിവേദിയില്, ബലിപീഠത്തിൽ ദൈവമുള്ളപ്പോൾ ഒന്നിനും നിന്നെ തകർക്കാനാവില്ല, ഒന്നിനും നിന്നെ ആകുലപ്പെടുത്താനാവില്ല. വിശ്വസിക്കുക, എന്റെ വീട് ബലിപീഠമാണ്, എന്റെ കുടുംബം ബലിവേദിയാണ്. ബലിപീഠത്തിൽ, ബലിവേദിയിൽ കർത്താവിന്റെ കാരുണ്യം നിറയുന്നു, യേശുവിന്റെ സ്നേഹം നിറയുന്നു. ഈ ബലിവേദിയിൽ യേശുവിന്റെ സാന്നിധ്യം നിറയുന്നു. നിന്റെ കുടുംബത്തെ കർത്താവിന്റെ സ്നേഹം വലയം ചെയ്യട്ടെ. ഒരു മനസ്സോടെ പാടി സ്തുതിക്കുന്നു. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. കുടുംബം ഒരു ബലിവേദി, ഈ വീടൊരു ബലിപീഠം. പാടാം 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 നാഥന് സ്തുതിഗീതം. 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 ഭൂമിയിലെ ഏറ്റവും നല്ല വീട് ഏത് എന്നൊരു ചോദ്യം മനസ്സിൽ ഉയരുമ്പോൾ നമ്മുടെ ചിന്തകൾ എത്തുക നസ്രത്തിലെ ആ കൊച്ചു വീട്ടിലേക്കാണ്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ വീട്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള വീട്, അത് നസ്രത്തിലെ എൻ്റെ യേശുവിൻ്റെ വീടാണ്. വിശുദ്ധ യോസേഫ് പിതാവും പരിശുദ്ധ അമ്മയുള്ള എൻ്റെ യേശുവിൻ്റെ വീട്, ആ വീട് തിരുകുടുംബമായത് ദൈവ സാന്നിധ്യത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഒരു അപ്പനും അമ്മയും തങ്ങളുടെ മനസ്സുകളെ, ഹൃദയത്തെ സമർപ്പിച്ചപ്പോഴാണ്. യേശുവേ, അങ്ങയുടെ തിരുക്കുടുംബത്തിന്റെ സ്നേഹം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറച്ചു നൽകണമേ. നന്മ നിറയുന്ന ദൈവ വീടാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ ദേവാലയമാണ്, ദേവാലയമാകേണ്ടതാണ്. അവിടുത്തെ തിരുവചനവും തിരുസ്നേഹവും ഒക്കെ പകരേണ്ട ഭവനങ്ങളാണ് ഞങ്ങളുടെ വീടുകൾ. യേശുവേ,
ഞങ്ങൾ ഈ നന്മ വീടിന്റെ നിറവാർന്ന അനുഭവത്തിൽ ഒരു മനസ്സോടെ വലിയ സന്തോഷത്തോടെ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. വീട് നന്മയുടെ ഉറവ്. ഇത് നിനക്ക് സമ്മാനിച്ചത് സ്വർഗമാണ്, ദൈവമാണ്. ഈ വീട്ടിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം കൂടെയുള്ള വീടാകട്ടെ ഓരോ ഭവനങ്ങളും. യേശുവേ നിന്റെ സാന്നിധ്യത്താൽ എല്ലാ കുടുംബങ്ങളെയും അഭിഷേകിച്ചാലും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്കിതു നന്മ വീട്, സ്വർഗം തന്ന ദൈവ വീട്. നമുക്കിതു നന്മ വീട്, ഏറ്റുപാടുന്നു. ദൈവ വീട്. വിണ്ണിലെ ദൈവമെന്റെ കൂടെ വരും തിരുഭവനം. വിണ്ണിലെ ദൈവമെന്റെ കൂടെ വരും തിരുഭവനം. ദേവാലയം, സ്നേഹാലയം, തിരുബലിയർപ്പിക്കും തിരുഭവനം. ദേവാലയം, സ്നേഹാലയം, തിരുബലിയർപ്പിക്കും തിരുഭവനം. നല്ലവനാം ദൈവമേ നന്ദിയോടിതാ നൽകിടുന്നു സർവവും നിൻ തിരുമുൻപിൽ. പൂർണ്ണ സ്നേഹത്തോടെ നൽകിക്കൊണ്ട് ബലിവേദിയിലേക്ക്, കുടുംബമാകുന്ന ബലിവേദിയിലേക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് സകലതും സമർപ്പിക്കാം. യേശുവേ ഞങ്ങളുടെ കാഴ്ചകളെ സ്വീകരിച്ച് ഈ ബലിവസ്തുക്കളിലേക്ക് നിന്റെ കാരുണ്യം അയക്കണമേ. പ്രിയപ്പെട്ടവരെ, കുടുംബമാകുന്ന ബലിവേദിയിലേക്ക് നമ്മുടെ ജീവിതമാകുന്ന കാഴ്ചയെ നമുക്ക് പൂർണ്ണമായി കൊടുക്കാം. ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിക്കട്ടെ. കരുണ വർഷിക്കപ്പെടുന്നു. യേശുവേ ഇതാ സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവിന്റെ കാരുണ്യമെത്തുകയാണ്. വചനം പകരുന്ന ഭവനം, വചനം മാംസമാകും ഭവനം. തിരുവചനം പകരുന്ന ഭവനം, വചനം മാംസമാകും ഭവനം. അൾത്താരയിൽ നിന്നും അവിടുന്നരുളും വാഗ്ദാന വചനങ്ങൾ ശ്രവിച്ചിടുന്നു. അൾത്താരയിൽ നിന്നും അവിടുന്നരുളും വാഗ്ദാന വചനങ്ങൾ ശ്രവിച്ചിടുന്നു. യേശു സാന്നിധ്യം നിറയട്ടെ. നമുക്കിതു നന്മ വീട്, സ്വർഗം തന്ന ദൈവ വീട്. വിണ്ണിലെ ദൈവമെന്റെ കൂടെ വരും തിരുഭവനം. ദേവാലയം, സ്നേഹാലയം, തിരുബലിയർപ്പിക്കും തിരുഭവനം. നല്ലവനാം ദൈവമേ നന്ദിയോടിതാ നൽകിടുന്നു സർവവും നിൻ തിരുമുൻപിൽ. അപ്പൻ അപ്പമേകേണ്ടവനാണ്, അപ്പമാകേണ്ടവനും. അമ്മ സ്നേഹമേകേണ്ടവളാണ്, സ്നേഹമാകേണ്ടവളും. ഇതാ എല്ലാ പിതാക്കന്മാരെയും അമ്മമാരെയും യേശുവിന്റെ തിരുസ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ നിന്റെ തിരുസ്നേഹം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. നീ വസിക്കുന്ന സക്രാരി പോലെ ഞങ്ങളുടെ ഭവനങ്ങൾ നിന്റെ ആലയമാക്കണേ. കർത്താവേ കരുണയേകണേ. സ്നേഹം പകരുന്ന ഭവനം, അപ്പമായി അവതരിക്കും ഭവനം. തിരുസ്നേഹം പകരുന്ന ഭവനം, അപ്പമായി അവതരിക്കും ഭവനം. സക്രാരി തന്നിൽ നിത്യം വസിക്കും സത്യസ്നേഹരൂപനെന്നിടണഞ്ഞിടുന്നു. സക്രാരി തന്നിൽ നിത്യം വസിക്കും
സ്നേഹരൂപനെന്നിടണഞ്ഞിടുന്നു. നമുക്കിതു നന്മ വീട്, സ്വർഗം തന്ന ദൈവ വീട്. നമുക്കിതു നന്മ വീട്, സ്വർഗം തന്ന ദൈവ വീട്. വിണ്ണിലെ ദൈവമെന്റെ കൂടെ വരും തിരുഭവനം. വിണ്ണിലെ ദൈവമെന്റെ കൂടെ വരും തിരുഭവനം. ദേവാലയം സ്നേഹാലയം തിരുബലിയർപ്പിക്കും തിരുഭവനം. ദേവാലയം സ്നേഹാലയം തിരുബലിയർപ്പിക്കും തിരുഭവനം. നല്ലവനാം ദൈവമേ നന്ദിയോടിതാ നൽകിടുന്നു സർവവും നിൻ തിരുമുൻപിൽ. നല്ലവനാം ദൈവമേ നന്ദിയോടിതാ നൽകിടുന്നു സർവവും നിൻ തിരുമുൻപിൽ. സിക്കമോർ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് കർത്താവിനെ കണ്ടവൻ തൻ്റെ വീട്ടിലേക്ക് കർത്താവിനെ കൊണ്ടുപോയിട്ട് ജീവിതം മുഴുവൻ അവൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെച്ചു. ജീവിതം മുഴുവൻ കാഴ്ചവെച്ചവനോട് കരുണയുള്ള കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ടവന്റെ കൂടെ കർത്താവ് പോയി അവന്റെ കുടുംബത്തിന് മുഴുവനും രക്ഷ കൊടുത്തു. അതിന് പിന്നിൽ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒന്ന്, സക്കേവൂസ് തന്റെ ഇന്നലകളിൽ പറ്റിയ കുറവുകൾക്കും പോരായ്മകൾക്കും ഒക്കെ പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചത്. രണ്ട്, സക്കേവൂസ് തന്റെ ജീവിതത്തിന്റെ പങ്ക് പകുത്തു നൽകാൻ തീരുമാനിച്ചത്. കരഞ്ഞ് 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 തന്റെ ഇന്നലകൾക്ക് പരിഹാരം ചെയ്ത് മുന്നോട്ട് ഇനി പങ്കിടലിന്റെ ഒരു ജീവിതം നയിക്കാൻ അവൻ തീരുമാനിച്ചപ്പോൾ സത്യമായും കർത്താവിന് അവനെ അനുഗ്രഹിക്കാതിരിക്കാനായില്ല. യേശു പറഞ്ഞു, ഇന്ന് ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിന്റെ കണ്ണുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാ കർത്താവിന്റെ കണ്ണുകളിൽ സക്കേവൂസ് കണ്ടത് ദൈവത്തെ അല്ല, മറിച്ച് തന്റെ തന്നെ ജീവിതത്തിന്റെ ഇന്നലകളുടെ തിരിച്ചറിവിന്റെ ഓർമ്മയാണ്. അതവന് കാണിച്ചു കൊടുത്തത് ദൈവസ്നേഹമാണെന്ന തിരിച്ചറിവിൽ സക്കേവൂസ് തീരുമാനിച്ചപ്പോൾ അവൻ സ്വീകൃതനായി, അവൻ അനുഗ്രഹീതനായി. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ മിഴികളിലേക്ക് നോക്കി ജീവിതത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം, ജീവിതത്തെ നമുക്കൊന്ന് തിരിച്ചെടുക്കാം, ജീവിതത്തെ നമുക്ക് വീണ്ടെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഇന്ന് ഈ നിമിഷം മുതൽ കുറവുകൾ ഏറെയുള്ള കുറിയവൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സക്കേവൂസ് ജീവിക്കുന്നത് കൂടെ കർത്താവിനെ നിർത്തിയാണ്. ആയുസ്സിന്റെ ഏറ്റവും വലിയ ബലം നമുക്ക് ഇത് ആയി സ്വീകരിക്കാം. കൂടെ നിൽക്കുന്ന സ്നേഹിതനായി എൻ്റെ ദൈവം ഉണ്ട് എന്ന്. ജീവിതത്തിന്റെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടാകണേ, എൻ്റെ സ്നേഹിതനായി എൻ്റെ അരികെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. നിന്റെ ജീവിതത്തിന്റെ അധ്വാനങ്ങളിൽ നീ തനിച്ചാകരുതേ, തമ്പുരാനെ കൂടെ നിർത്തുക. നീ ബലമുള്ളവനാകും. അബ്രാഹത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ ഒരു അനുഗ്രഹമായി മാറണം. അറിയുക പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഓരോരുത്തരും കുടുംബത്തിൽ അനുഗ്രഹമാവുക, സ്നേഹത്തിന്റെ അനുഗ്രഹമാവുക. വിശ്വാസത്തോടെ ജീവിത പാതയിൽ നീയുണ്ടെന്ന് നല്ല
ദൈവസ്തുതി ഉയരട്ടെ. എല്ലാ ഭവനങ്ങളിലും ദൈവ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ കുടുംബങ്ങളിലേക്കും സ്തുതി ഉയരുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും നിന്റെ സ്നേഹമയച്ചാലും ഗോതമ്പുമനയിൽ നിന്ന് അപ്പത്തിലേക്കുള്ള ദൂരം എന്ന് പറയുക സഹനത്തിന്റെ ദൂരമാണ്, ത്യാഗത്തിന്റെ ദൂരമാണ്, അഴുകലിന്റെ, കൊടിയലിന്റെ, വേവലിന്റെ ഒക്കെ ദൂരമാണ്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ അപ്പമാകാനുള്ളവരാണ് ഞങ്ങൾ, അന്നമാകാനുള്ളവരാണ് ഞങ്ങൾ, പരസ്പരം നൽകപ്പെടാനുള്ളവരാണ് ഞങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് ഞങ്ങളെല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. പരിശുദ്ധനാകുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവമാണ് നിന്നെ യോജിപ്പിച്ചത് എന്ന് അറിയുക. കരതാരിൽ കാത്തിടേണ്ട, ഹൃദയത്തിൽ കരുതിടേണ്ട സ്നേഹം എല്ലാ കുടുംബങ്ങളിലും നിറയട്ടെ. കർത്താവേ, നിന്റെ ജീവിത സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കരുതലുള്ള സ്നേഹത്തിനു മുമ്പിൽ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലുള്ളവരെല്ലാം ഒരു മനസ്സോടെ ഒരുമിച്ചായിരിക്കട്ടെ, ഒരു മനസ്സോടെ ഒരുമിച്ചായിരിക്കട്ടെ. കർത്താവായ ദൈവമേ, ബലിപീഠവും ബലിവേദിയുമുള്ള ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇനി അങ്ങ് സ്നേഹത്തിൻ്റെ സമൃദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാ കുടുംബാംഗങ്ങളെയും ശക്തരാക്കണമേ. സ്നേഹം പകരുന്ന ഭവനം